ഇനി അടുത്തതായിട്ട് ഈ ലിമിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. അതായത് y ആക്സിസ് ഉണ്ട്, x ആക്സിസ് ഉണ്ട്, this is x and this is y. നമുക്കെന്ത് മാർക്ക് ചെയ്യാം? ഒരു 1 2 3 എന്നുള്ള രീതിയിൽ this is 1 2 3 and 4. Here also we can mark 1 2 3 etc. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ഇത് എക്സ്ക്ലൂഡഡ് ആണ്, ഈ രണ്ട് പോയിന്റ്, ഈ രണ്ട് വണ്ണും പോയിന്റ് ഇല്ലാത്ത രീതിയിൽ വണ്ണിൽ നിന്ന് വരച്ചപ്പോൾ തെറ്റിയാണ് കേട്ടോ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ പോയിന്റ് ഇൻക്ലൂഡഡ് ആയിട്ട് 2 എക്സ്ക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഇത് ഈ ഒരു പോയിന്റ് ഇൻക്ലൂഡഡ് ആയിട്ട് 4 ഇവിടെ എക്സ്ക്ലൂഡഡ് ആയിട്ട്, ഇവിടെ ഇതിന്റെ വാല്യൂ ഇവിടെയാണ് വാല്യൂ. ഇതാണ് ഈ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ എന്ത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പൊ ഈ ഫംഗ്ഷൻ നോക്കുക, എന്താ ഇതിന്റെ പ്രത്യേകത? ഫംഗ്ഷൻ ഏത് മുതൽ ഏത് വരെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഡൊമൈൻ 0 മുതൽ 4 വരെയാണ് അല്ലെ, ഓപ്പൺ ഇന്റർവെൽ അല്ലെങ്കിൽ 0 മുതൽ 4 വരെയാണ് ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഫംഗ്ഷന്റെ വാല്യൂസ് നമുക്ക് പരിശോധിക്കാം. എക്സ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈക്വൽ ടു 0 ഈ ഫംഗ്ഷൻ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. ലിമിറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഈ എക്സ് ഈക്വൽ ടു 0 റൈറ്റ് ലിമിറ്റ് എന്താ വരിക? അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരും? അതായത് ഈ 0 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിന്റെ റൈറ്റ് സൈഡിലൂടെ നമ്മൾ ഇത് അപ്രോച്ച് ചെയ്യാണെന്ന് നോക്കുക. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്ത് ഫംഗ്ഷൻ വാല്യൂ എക്സിന്റെ വാല്യൂ 0ലേക്ക് അടുക്കുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എടുക്കാണ് എടുക്കുക, ഈ ഒരു പോയിന്റിലേക്ക് 1 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് എടുക്കുക അല്ലെ. അപ്പൊ ഇതിന്റെ ലിമിറ്റ് എത്രയാണ്? 1 ആണ്. കാരണം എന്താ? ഈ എക്സിന്റെ വാല്യൂ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് അടുക്കും തോറും ഈ ഫംഗ്ഷന്റെ വാല്യൂ എവിടേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്? 1ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ അതെന്താണ്? 1 കിട്ടും. പക്ഷെ എന്താണ് ഈ 1 എന്ന് പറയുന്നത്? ഇത് നമ്മളൊരു ഹോളാണ് മാർക്ക് ചെയ്തത് അല്ലെ. ഇത് എന്തില്ല, ഈ ഒരു ഇതിൽ ഇൻക്ലൂഡഡ് അല്ല ഈ ഒരു 1 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫംഗ്ഷൻ വാല്യൂ ലിമിറ്റ് അപ്രോച്ച് ചെയ്യുന്നത് 1ലേക്കാണ്. പക്ഷെ അതെന്തല്ല, എഫ് ഓഫ് 0 നോട്ട് ഈക്വൽ ടു 1 ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ നോക്കൂ, 0 മൈനസ്, ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡേ അല്ല. അപ്പൊ എന്താണ്? ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് എഫ് ഓഫ് 0നോട് ഈക്വൽ അല്ല, പക്ഷെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ലെഫ്റ്റ് ലിമിറ്റോ? ലെഫ്റ്റ് ലിമിറ്റ് എക്സ്, ഈ ഒരു എക്സ് ഈക്വൽ ടു 0 എന്നുള്ളതിൽ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ ഇല്ല. അപ്പൊ എന്താണ്? റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാൻ പറ്റും. കാരണം അത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണോ? റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഈക്വൽ ആവണം. അപ്പൊ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്താണ് സംഭവിക്കുക? അറ്റ് എക്സ് ഈക്വൽ ടു 1 അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ത് സംഭവിക്കും? നിങ്ങൾ നോക്കൂ, ഈ 1 എന്ന് പറയുന്ന പോയിന്റിൽ അല്ലെ, ഈ ഫംഗ്ഷൻ ഇവിടുന്ന് കഴിഞ്ഞാൽ ഇത് ഇൻക്ലൂഡഡ് ആണ്, എഫ് ഓഫ് 1 ഈക്വൽ ടു 1 തന്നെയാണ്. 1 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ലിമിറ്റ് എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അതായത് എന്താണ്? ഇതിന്റെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ്, ഇതിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യാണ്. അതായത് എക്സിന്റെ വാല്യൂ എവിടുന്നാണ് അപ്രോച്ച് ചെയ്യുന്നത്? റൈറ്റ് സൈഡിൽ നിന്ന് 1ലേക്ക് അപ്രോച്ച് ചെയ്യാണ്. റൈറ്റ് സൈഡിൽ നിന്ന് 1ലേക്ക് അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ഈ എക്സിന്റെ വാല്യൂ ഈ ഒരു 1 എന്ന് പറയുന്ന പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എവിടേക്ക് അപ്രോച്ച് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയേ. എഫ് ഓഫ് എക്സ് എവിടേക്ക് അപ്രോച്ച് ചെയ്യുന്നത്? റൈറ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ എഫ് ഓഫ് എക്സ് 1 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ്, റൈറ്റ് സൈഡ് ആണ് പറഞ്ഞത്, 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 1 എന്ന് കിട്ടി. ഇനി അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ത് വരും?
അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ലെഫ്റ്റ് സൈഡിൽ നിന്ന് എക്സ് വാല്യൂ 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്താ ചെയ്യുന്നത്? 0യിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു പോയിന്റ് ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ എന്താണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതെന്താണ്? 0 ആണ്. എഫ് ഓഫ് 1 എന്താണ് ഇവിടെ? ശരിക്കും എഫ് ഓഫ് 1 ഈക്വൽ ടു 1 ആണ്. അപ്പൊ എന്താണ്? ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഈക്വൽ അല്ല. അത് ഈക്വൽ അല്ലാത്തത് കൊണ്ട് എന്താണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയും. അതായത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 1 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയും ഈ ഒരു കേസിൽ. ഇനി അതുപോലെ തന്നെ ഉള്ള ഒരു കേസാണ് എന്ത്? അടുത്ത കേസ് കൺസിഡർ ചെയ്യാം. എന്താണ്? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. അടുത്ത കേസ് ഏതാണ്? അറ്റ് എക്സ് ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ എന്താ സംഭവിക്കുന്നത് നോക്കുക. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്താ ഇതിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെ, ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് 1 തന്നെ അല്ലേ? ഈ ഒരു എല്ലാ പോയിന്റിലും വാല്യൂ 1 തന്നെയാണ്. അപ്പൊ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിട്ടുള്ള 1 വരും. റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരിക? ഈ ഒരു സൈഡിൽ നിന്ന് അല്ലെ, റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ 2ലേക്ക് അപ്രോച്ച് ചെയ്യുക. അപ്പൊ എന്ത് വരും? ഈ ഒരു ഫംഗ്ഷൻ വാല്യൂ ഇവിടുന്ന് 1ലേക്ക് തന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ഇതും എന്താണ്? 1 ആണ്. അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ വാല്യൂ ഡിഫൈൻ ചെയ്തേക്കുന്നത് 2 ആണ്. ബട്ട് എഫ് ഓഫ് 2 ഈക്വൽ ടു എന്താണ്? 2 എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എന്തിനോട് ഈക്വൽ അല്ല? ഫംഗ്ഷൻ വാല്യൂവിനോട് ഈക്വൽ അല്ല എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ ഈ അടുത്തൊരു കേസ് കൺസിഡർ ചെയ്ത് നോക്കൂ. ഏതാ കേസ്? എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന കേസ് അല്ലെ. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3. എക്സ് ഈക്വൽ ടു 3ൽ എന്താ സംഭവിക്കുക? റൈറ്റ് ലിമിറ്റ് എന്താണ് നോക്കുക. അതായത് എക്സിന്റെ വാല്യൂ റൈറ്റ് സൈഡിൽ നിന്ന് 3ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്താണ് ചെയ്യുന്നത്? 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. അതുപോലെ എക്സിന്റെ വാല്യൂ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 3ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 3ലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കേസിൽ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് അല്ലെ, രണ്ട് ലിമിറ്റും ഈക്വൽ ആണ്. അതുകൊണ്ട് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 3 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് വരിക? ഫംഗ്ഷൻ വാല്യൂ 2 ആണ്. ആ 2 തന്നെയാണ് എന്ത് വരുന്നത്? എഫ് ഓഫ് 3യും വരുന്നത്. ഫംഗ്ഷൻ വാല്യൂ ആ 3 തന്നെ, ആ 2 തന്നെയാണ് വരുന്നത് അല്ലെ. എഫ് ഓഫ് 3 ഈക്വൽ ടു 2 ആണ്. അപ്പൊ ആദ്യത്തെ കേസിൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്താണ്? ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, പക്ഷെ റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ വാല്യൂ അതിനോട് ഈക്വൽ അല്ല, എഫ് ഓഫ് 0നോട് ഈക്വൽ അല്ല. ഈ ഒരു എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരുന്നില്ല. അതുപോലെ തന്നെ സെക്കൻഡ് കേസ് കണ്ടു, തേർഡ് കേസ് കണ്ടു, ഫോർത്ത് കേസ് ആയിട്ട് 3യുടെ കേസ് കണ്ടു. 3യുടെ കേസിലാണ് എന്ത്? ലെഫ്റ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? ഫംഗ്ഷൻ വാല്യൂവിനോട് ഈക്വലും ആയത്. അതുപോലെ ഇനി അടുത്ത എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഈ ഒരു കേസിൽ എന്താ വരിക? ഇവിടെ എന്താണ്? ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് 4ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ റൈറ്റ് ലിമിറ്റ് എന്ത് ചെയ്യുന്നില്ല? ഡിഫൈൻഡ് അല്ല. അപ്പൊ ഇതാണ് ഈ ലിമിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മൊത്തത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഈ എക്സാമ്പിൾ നിങ്ങൾ ഒന്നും കൂടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് എഴുതി പഠിക്കണം.